നമ്മൾ അബ്ദുള്ളമാരുടെ രണ്ടാമത്തെ പ്രത്യേകത, അവരുടെ സംസാരത്തിലൊക്കെ എപ്പോഴും ഒരു അന വരാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കും. ഞാൻ എന്ന് വരുന്നില്ല. ഉദാഹരണത്തിന് ഇവിടെയുള്ള ആരും SSLC എഴുതാത്തവരാണെങ്കിൽ എന്റെ പ്രസംഗത്തിൽ ഒരു 5 തവണ പറയും ഞാൻ SSLC എഴുതുന്ന കാലത്ത് ആ ഡയലോഗ്. ഇനി നിങ്ങൾ എല്ലാവരും SSLC എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഡയലോഗിന്റെ സ്ലാങ് മാറ്റിയിട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ +2 പഠിക്കുന്ന കാലത്ത് നല്ല ഡയലോഗ് ഉണ്ടായിരുന്നു. ഇനി നിങ്ങളെല്ലാവരും +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി വെച്ചിട്ടായിരിക്കും കളി ഉണ്ടാവുക. ഇനി ഇതൊരു ഭൗതിക പഠനത്തിൽ മാത്രമൊന്നും അല്ല കേട്ടോ. കോഴിക്കോട് ട്രെയിൻ ഇറങ്ങി ഇവിടുന്ന് അയച്ച ഒരു സംഘാടകൻ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അവരെന്നോട് പറഞ്ഞു രാമനാട്ടുകരയിലോ കൊണ്ടോട്ടിയിലോ മഞ്ചേരിയിലോ ചെറിയ ബ്ലോക്കിൽ പെട്ടോണ്ടാണ് ഡിലേ ആയത്, പക്ഷെ നേരത്തെ എത്തിയോ? അപ്പൊ ഞാൻ ഞാൻ 4:30 വന്ദേ ഭാരതിൽ വന്നു എന്ന് പറയും. ശരിക്ക് വന്ദേ ഭാരത് എന്ന് പറയുന്ന ആ ട്രെയിനിന്റെ പേര് അവിടെ പറയേണ്ട ഒരു ആവശ്യമില്ല, ഒരു സ്കോപ്പും ഇല്ല. പക്ഷെ എന്തിനാ പറഞ്ഞ വെച്ചാൽ നിങ്ങളെ പോലെ ഏറനാട് പരശു എഗ്മോറിലൊന്നും അല്ല എന്റെ സഞ്ചാരം, ഞാൻ വേറെ തന്നെ ലെവലാണെന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഇതിലും മാത്രമല്ല കേട്ടോ, ഞാൻ ഉസ്താദിന്റെ അടുത്താണ് ഉള്ളത്, കുറച്ചതിന്റെ അങ്ങോട്ട് വിളിക്കാം. പിന്നെ എന്തിനാ ഇവൻ വിളിച്ചത് അങ്ങോട്ട്? ഇവൻ അങ്ങോട്ട് വിളിച്ചിട്ടാ പറയുന്നത് ഞാൻ ഉസ്താദിന്റെ അടുത്തുള്ളത്, കുറച്ചതിന്റെ അങ്ങോട്ട് വിളിക്കാം. ഞാൻ പറഞ്ഞാല് നമ്മൾ ഈ പഞ്ചായത്ത് സെക്ടർ ഡിവിഷൻ നേതാക്കളായിട്ടൊന്നും അല്ല ബന്ധം, നമ്മൾ വേറെ തന്നെ ലെവലാണെന്നാണ് അതിന്റെയും അർത്ഥം കേട്ടോ. എന്നാൽ ലോകത്ത് മുഴുവൻ സ്ഥാനവും കീഴടക്കിയ നമ്മുടെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരത്തിന്റെ സ്റ്റൈൽ എങ്ങനെ ഉണ്ടാകുന്ന അറിയാം. എന്താ ഉണ്ടാവുക? നിങ്ങളൊക്കെ മനുഷ്യനായതുപോലെ ഞാനൊരു മനുഷ്യൻ തന്നെയാണ്. മുജാഹിദാർ അർത്ഥം വെക്കുന്ന പോലെ നിങ്ങളെ പോലത്തെ മനുഷ്യനല്ല, നിങ്ങൾ മനുഷ്യനായതുപോലെ ഞാനൊരു മനുഷ്യൻ തന്നെയാണ്. ആയത്ത് സൂറത്തുൽ കഹ്ഫ് നമുക്ക് പരിചയമുണ്ട്. ഇനി ഹദീസിലേക്ക് വരാം. ഞാനൊരു അടിമയാണ്. എന്തിനാണ് ഈ റസൂൽ ഈ അടിമയാണെന്ന് പറഞ്ഞുകൊടുക്കുന്നത്? എന്തിനാ പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യം? തങ്ങൾ എന്തെങ്കിലും താഴെ ഇരിക്കുന്നത്? ഒരടിമ ഇരിക്കുന്ന പോലെ ഞാൻ ഇരുന്നോളാം. തങ്ങൾ എന്തെങ്കിലും മുട്ടുകുത്തിയിട്ടൊക്കെ തിന്നുന്നത്? ഒരടിമ തിന്നുന്ന പോലെ ഞാൻ തിന്നോളാം. അങ്ങനെ അവിടത്തേക്ക് ഇഷ്ടം. അഷ്റഫുൽ ഖൽഖ്, അക്രമുൽ ഖൽഖ്, എന്ത് ക്വാളിറ്റി ഉണ്ടെങ്കിലും തങ്ങൾക്ക് പറയാൻ ഇഷ്ടം അതാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, കണ്ടോ, എന്റെ അടിമയെ രാപ്രയാണം നടത്തിയ റബ്ബ്, കണ്ടോ, വഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, എന്റെ അടിമക്ക് ഞാൻ വേണ്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് അങ്ങോട്ട് പറയുന്നത്? അത് തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അല്ലാഹുവിന്റെ അടിമയാന്ന് പറയാൻ തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അവിടെയാണ് ഉബൂദിയത്ത്, അവിടെയാണ് റിഫായി ശൈഖ് ജീലാനി തങ്ങൾക്ക് ജയിച്ചു കയറിയത്. അവിടെയാണ് നമ്മൾ ഉണ്ടാവേണ്ടത്.